ആരേലും പുറകെ നടപ്പുണ്ടോ? ഇല്ലപ്പാ, യാരുമേ ഇല്ല. ആ ഷിബുവിനെ വല്ലതും ചേച്ചി കാണാറുണ്ടോ? ഞാൻ ദിവസം 2 നേരം കാണാറുണ്ട്. അമ്മൂമ്മയുടെ പുറകെ ആരേലും നടപ്പുണ്ടോ? ഹലോ, അങ്ങനെ നമ്മുടെ പാറമട വീട്ടിൽ ഒരു പ്രണയലേഖനം വന്നെത്തുന്നു. കൂട്ടുകാരെ, ഇത് ആർക്ക് വേണ്ടിയുള്ള പ്രണയലേഖനമാണ് എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിലാണ് നമ്മുടെ കേശു അളിയനും സിദ്ധു അളിയനും കൂടെ. അപ്പൊ സിദ്ധു അളിയൻ ഭയങ്കരമായിട്ട് സൂക്ഷ്മമായിട്ട് ദർശിച്ചിട്ട് പറയുന്നുണ്ട്, ഇതെന്തായാലും പെണ്ണിന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല, ഇതൊരാണ് പെണ്ണിന് വേണ്ടി എഴുതിയിരിക്കുന്നതാണ് എന്ന് പറയുക കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ കേശു, ഇവിടുത്തെ പെണ്ണുങ്ങൾക്കോ അതാരായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ടേ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കേശുവിന്റെ മനസ്സിൽ വരുന്നത് ശിവാനി ആട്ടോ. അപ്പൊ ലച്ചുവിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ചേച്ചി ആ ഷിബു റോക്സിനെ കാണാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, ഞാൻ ദിവസത്തിൽ 2 നേരം വെച്ചവനെ കാണാറുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ മിക്കവാറും നമ്മുടെ ശിവാനിക്കുള്ള പ്രണയലേഖനം ആയിരിക്കും അത്, അല്ലെ? പിന്നീട് നമ്മുടെ കേശു ഒന്നും കൂടെ ഒന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി നമ്മുടെ കനകാന്റിയോട് ചോദിക്കുന്നുണ്ട്, ആന്റിയുടെ പുറകെ ആരെങ്കിലും നടക്കുന്നുണ്ടോ എന്ന്. അപ്പൊ കനകാന്റി പറയുന്നുണ്ട്, ഇല്ലപ്പാ എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഭവാനി അമ്മൂമ്മയുടെ അടുത്തും പോയിട്ട്, ഇനി അമ്മൂമ്മയുടെ പുറകെ എങ്ങാനും എന്നിങ്ങനെ ചോദിച്ച് തീരെയല്ല നമ്മുടെ അമ്മൂമ്മയുടെ സ്ഥിരം പല്ലവി ഭ എന്നും പറഞ്ഞ് ആട്ടി നമ്മുടെ കേശുവിനെ ആട്ടി പായിക്കുന്നുണ്ടേ. പിന്നീട് നമ്മുടെ സിദ്ധുവളിനും കേശുവളിനും തമ്മിൽ മുട്ടൻ ചർച്ചയാട്ടോ. എന്നാലും ഇത് ആർക്കുള്ളതായിരിക്കും? ശിവാനിക്കുള്ളതായിരിക്കും. ആ ഷിബുവിന് കിട്ടിയതൊന്നും പോരെ, ഇങ്ങനെ പോയാലും നമ്മുടെ ശിവാനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കല്യാണം സെറ്റ് ആക്കണമല്ലോ അളിയ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേശുവളിനും സിദ്ധുവളിനും തമ്മിൽ മുട്ടൻ ചർച്ചയാണേ. അപ്പൊ എന്തായാലും നമ്മുടെ ശിവാനിക്ക് മുട്ടൻ പണിയായിട്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത് തന്നെ കല്യാണം ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ഉറപ്പായി ഏകദേശം, അല്ലേ? കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെറം ദി മലയാളി സൈനിങ് ഓഫ്.